ഇപ്പോൾ വ്യക്തിബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ജനറലി നോക്കിക്കഴിഞ്ഞാൽ വീടുകളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മറ്റൊന്ന് നമ്മുടെ ജോലി സ്ഥലത്ത്, ഓഫീസ്, അതല്ലെങ്കിൽ ബിസിനസ്, അല്ലെങ്കിൽ നമ്മുടെ ഇടപഴകുന്ന സ്ഥലത്ത്, മറ്റൊന്ന് സമൂഹം, കമ്മ്യൂണിറ്റി. ഇതിൽ അധികം ആളുകൾക്കും എവിടെ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്? വീട്ടിലായിരിക്കും. കമ്മ്യൂണിറ്റിയിൽ കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവില്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ കുറവായിരിക്കും, അതല്ലെങ്കിൽ തർക്കങ്ങൾ കുറവായിരിക്കും, അതല്ലെങ്കിൽ വഴക്കും ഇതെല്ലാം കുറവായിരിക്കും. അത് അധികം ആളുകൾ പകൽ എന്താ പറയുക, പിന്നെ പുറത്ത് നല്ല ആളുകളായിരിക്കും, അകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് വീട്ടിലാണ്. അതുപോലെ പിന്നെ ഓഫീസിലും ബിസിനസ്സിലും കച്ചവടത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസവും തർക്കവും ഇതൊക്കെ ഉണ്ടാവാം. പക്ഷേ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എവിടെയാണ്? തൻ്റെ വീട്ടിലാണ്. ഈ വീട്ടിലുണ്ടാകുന്നത് ഒന്ന് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, മറ്റൊന്ന് ഒരു വ്യക്തി തൻ്റെ മാതാപിതാക്കൾ ആയിട്ട്, അല്ലെങ്കിൽ അമ്മായിയമ്മ, അമ്മോശാക്ക പോലുള്ള ആളുകൾ, മറ്റൊന്ന് മക്കളുമായിട്ട്. അപ്പം ഇങ്ങനെ ഈ പിന്നെ ഒന്നുകിൽ ഭാര്യ ഭർത്താക്കന്മാർ, അതല്ലെങ്കിൽ മാതാപിതാക്കൾ, അതല്ലെങ്കിൽ മക്കൾ, ഇത് മൂന്നും നീറ്റായിട്ട് പോകുന്ന അപൂർവ കുടുംബങ്ങളാണ്. ഒന്നുകിൽ ഭാര്യ ഭർത്താക്കന്മാർ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിൽ മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളിൽ, പിന്നെ വാടക വീട്ടിലേക്ക് മാറി താമസിക്കൽ പോലുള്ള വിഷയങ്ങൾ. അപ്പോൾ പറഞ്ഞു വരുന്നത്, എവിടെയാണ് കൂടുതൽ ഇടപഴകിക്കൊണ്ട് ജീവിക്കുന്ന ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന അവിടെയാണ് പ്രശ്നങ്ങളെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് വരുന്നതാണ്. രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ആറ്റിറ്റ്യൂഡിൻ്റെ വ്യത്യാസങ്ങളാണ്, പിന്നെ മനോഭാവത്തിൻ്റെ. ആ മനോഭാവം തീർച്ചയായിട്ടും അവരുടെ മൂല്യങ്ങൾ, ആദർശങ്ങൾ, അവരുടെ മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് ദി ലൈഫുമായിട്ട് ബന്ധമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെ വരുന്നത് വെച്ചാൽ, സ്വാഭാവികമായിട്ടും തോട്ട് പ്രോസസ്, ചിന്തകളിൽ നിന്ന് ചില എന്താ പറയുക, ചിന്തകളുടെ സമ്മറി ആയിക്കോട്ടെ, ചില ഒപ്പീനിയൻസ്, ബിലീഫ്, ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യും. അത് ഏത് തരത്തിലുള്ളതാണോ ഫോം ചെയ്തത്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ട് കുറച്ച് എമോഷൻസ് അദ്ദേഹത്തിൽ നിന്നുണ്ടാകും, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ട് കുറേ എമോഷൻസ്, ഫീലിങ്സ് ഉണ്ടാകും. അതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലൂടെയും വരുന്നത്. ഇത് പിന്നെ നെഗറ്റീവ് ആവുന്ന സമയത്ത്, നെഗറ്റീവ് മീൻസ് രണ്ടാളിൽ നിന്ന് നെഗറ്റീവ് ആണെങ്കിൽ എന്തായി, അവിടെ വഴക്കേ സംഭവിക്കും. ഒരാൾ പോസിറ്റീവ്, ഒരാൾ നെഗറ്റീവ് ആണെങ്കിലോ അവർ വിട്ടൊഴിഞ്ഞു പോകും. രണ്ടാളും പോസിറ്റീവ് ആവുന്ന സമയത്ത് അവർക്ക് സമാധാനം, സന്തോഷവും സക്കീനത്ത് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വ്യത്യാസങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, ഏറെക്കുറെ ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന അടിസ്ഥാനപരമായിട്ട് ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി, സുരക്ഷിത ബോധം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും. ഏത് ജാതി, ഏത് മതം, ഏത് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, ഏത് രാഷ്ട്രത്തിൽ, ഏത് കാലത്ത്, ഏത് ദേശത്ത് താമസിക്കുന്ന ആളുകൾക്കും അവരുടെ ബേസിക് ആയിട്ടുള്ള സെൻസ് ഓഫ് സെക്യൂരിറ്റി കിട്ടുന്നത്, ഞാൻ എവിടുന്ന് വന്നു, ഞാൻ എവിടേക്ക് പോകുന്നു, ആരാണ് എന്നെ സൃഷ്ടിച്ചത്, ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ, ഇനി എന്തായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നത്, എൻ്റെ കാര്യങ്ങൾ എനിക്കപ്പുറത്ത് ആര് കൺട്രോൾ ചെയ്യുന്നു, ഇതുപോലുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏത് മതം എടുത്തു നോക്കിക്കഴിഞ്ഞാലും, ലോകത്ത് അറിയപ്പെടുന്ന ഏത് മതങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും, ആ മതത്തിൻ്റെ ഒരു സമ്മറി എടുത്തു നോക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇസ്ലാമികമായിട്ട് 6 ഈമാൻ കാര്യങ്ങൾ ഉണ്ടാവും, അല്ലേ? അള്ളാഹുൽ വിശ്വസിക്കുക, മലക്കുകൾ വിശ്വസിക്കുക, വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുക, പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക, പിന്നെ ഖലാ ഖദറിൽ, അല്ലെങ്കിൽ ഖൈറുൻ ശർറും അള്ളാഹുൽ നിന്നാവുന്നു, എല്ലാ വിധിയും അള്ളാഹു വിധിച്ചു എന്നുള്ള. അപ്പോൾ ഈ ഒരു സമാനമായ ഒരു വീക്ഷണം എല്ലാ മതങ്ങളുടെയും ഉള്ളിലുണ്ടാകും, പക്ഷെ വ്യത്യസ്ത രൂപത്തിലായിരിക്കും. ഇപ്പോൾ ഉദാഹരണം, ഒരു ഇലാഹ്, അള്ളാഹു ഒരു ക്രിയേറ്റർ, ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ളത്. പിന്നെ ക്രിസ്ത്യാനിറ്റി എത്തുമ്പോൾ 3 പക്ഷെ ദൈവം എന്ന കോൺസെപ്റ്റ് ഇവിടെ ഉണ്ട്. യഹൂദന്മാർക്ക് യഹോവ, പിന്നെ ബ്രഹ്മാവ്, ഇങ്ങനെ കുറേ സംഗതികൾ. അപ്പോൾ പറഞ്ഞു വെച്ചാൽ പല മതത്തിലും ഈ അടിസ്ഥാനപരമായ 6 കാണാം. കാരണം അത് ഏറെക്കുറഞ്ഞപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാത്ത ഫിലോസഫിയിൽ ചിന്തയിലും കാണാം. ഞാൻ പറഞ്ഞു വരുന്നില്ലേ? പക്ഷേ ഇതിന് വ്യത്യാസം അതിൻ്റെ രൂപഭാവങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഇതെല്ലാം കൂടെ വ്യത്യാസമാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ സുരക്ഷിതത്വം ചിന്ത ശരിയായ വണ്ണം പ്രവർത്തിക്കണമെങ്കിൽ ഇതുപോലുള്ള ചില അടിസ്ഥാനപരമായ കാര്യത്തിൽ ഒരു വീക്ഷണം ഉണ്ടായിരിക്കണം. ആ വീക്ഷണം ഏത് മതം പിൻപറ്റിയാലും അതിലൊക്കെ വരും. പക്ഷെ അതിൻ്റെ ശരിയും തെറ്റും അതിൻ്റെ രൂപഭാവങ്ങളിലാണ്. അത് ഗൗരവമായ വിഷയവുമാണ്. അതുകൊണ്ട് യഥാർത്ഥ മതം ഏത്, യഥാർത്ഥ രീതിയിലുള്ള കാഴ്ചപ്പാട് ഏതെന്നുള്ളത് ഓരോരുത്തരും അന്വേഷിക്കേണ്ടുന്ന അവരുടെ ബാധ്യതയുമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം അടിസ്ഥാനപരമായ മൂല്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇപ്പം ലോകത്തുള്ള സക്സസ്ഫുൾ പേഴ്സണാലിറ്റീസ്, വിജയിച്ച വ്യക്തിത്വങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെയൊക്കെ ജീവിതത്തിൽ, ഇപ്പം മതമുള്ളവനായിട്ട് ഇല്ലാത്തവനായിട്ട്, അവരുടെയൊക്കെ ജീവിതത്തിൽ ചില അടിസ്ഥാനപരമായ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്, വ്യക്തിത്വ ഗുണങ്ങൾ കാണാം.
ഏത് പേഴ്സണാലിറ്റി എടുത്ത് നോക്കും. ഇപ്പോൾ ലോകത്ത് അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുക. നിങ്ങൾ ഒരുപാട് വ്യക്തിത്വം നമ്മൾ ലൈഫ് കോച്ചിൽ നമ്മൾ പരിശോധിക്കാറുണ്ട്. APJ അബ്ദുൽ കലാം ആവട്ടെ, നെൽസൺ മണ്ടാല ആവട്ടെ, അല്ലെങ്കിൽ മദർ തെരേസ ആവട്ടെ, ബിൽഗേറ്റ് ആവട്ടെ, സ്റ്റീവ് ജോബ്സ് ആവട്ടെ, ഇങ്ങനെ വ്യക്തിത്വം ആരെ നിങ്ങൾ എടുത്തു, മഹാത്മാഗാന്ധി ആവട്ടെ, ആരെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവരുടെ വ്യക്തിത്വത്തിൽ അവരുടെ മതം അവർ ഉൾക്കൊള്ളുന്നതിനപ്പുറത്തേക്ക് അവരിൽ ചില വ്യക്തിത്വ മൂല്യങ്ങൾ ഉണ്ട്. യെസ്, അതാണ് വാസ്തവത്തിൽ, അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗവുമാണ്. അതുകൊണ്ട് ആ വ്യക്തിത്വ മൂല്യങ്ങളാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഹെൽത്തി ആക്കുന്നത്, അതിലെ പോസിറ്റീവ് ആക്കുന്നത്, നെഗറ്റീവ് ആക്കുന്നത്. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, അതുപോലെ ഇപ്പം അൽഹംദുലില്ലാ നമ്മളിപ്പം കോച്ചിങ് കൊടുക്കുന്ന കുട്ടികൾ പറയുന്നു, ഞങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പ്രപ്പോസൽസ് വരുന്ന ചെക്കന് നിങ്ങൾ കോച്ചിങ് കൊടുത്തിട്ട് ഞങ്ങൾ കല്യാണം കഴിക്കുന്നുള്ളൂ. മനസ്സിലായില്ലേ? സന്തോഷം. കാരണം ഈ കുട്ടികൾക്ക് കാരണം ഒരേ അർത്ഥത്തിലും ഭാവത്തിലും നമുക്ക് കുടുംബം നീക്കണമെങ്കിൽ അവർക്ക് ഇത്തരം ഇതുപോലുള്ള വാല്യൂസിൻ്റെ അനിവാര്യത അവർക്ക് മനസ്സിലായി എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഭൗതിക വിദ്യാഭ്യാസം, ഇപ്പം വിദ്യാഭ്യാസമുള്ള ആൺകുട്ടിയാണെങ്കിൽ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടി വേണം. അതുപോലെ വിദ്യാഭ്യാസം നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നത്. പക്ഷേ അവരുടെ ഇൻ്റലിജൻസ്, IQ, അവരുടെ ബുദ്ധിയെ വളർത്തിയെടുക്കുന്നിടത്ത് ചിലത് മെഡിസിൻ ആകാം, ചിലത് എൻജിനീയറിംഗ് ആകാം, ചിലത് ഹിസ്റ്ററി ആകാം, ചിലത് മതപരമായ വിഷയമാകാം, ചിലത് ഫിക്ഷൻസിനോ BA, BSc, MA, പല യുനൈമിറ്റ് നിങ്ങൾ പറഞ്ഞോളൂ പല. പക്ഷേ എന്നിരുന്നാൽ ഇതെവിടേക്ക് എന്താ വെച്ചാൽ അവരുടെ ബുദ്ധിപരമായ വികാസത്തിനപ്പുറത്തേക്ക് വ്യക്തിത്വപരമായ ഒരു ഐക്യത്തിന് പറ്റുന്ന രീതിയിലുള്ള ഒരു കോഴ്സോ കോളേജോ ഒരു സംവിധാനമോ ഒന്നുമില്ല. മതസ്ഥാപനങ്ങളിൽ നിന്ന്, ഇപ്പം ഇസ്ലാമിക മതസ്ഥാപനങ്ങളിൽ നിന്ന് പഠിപ്പിക്കുന്ന ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും, അതായത് പരലോക മോക്ഷത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഇഹലോകത്ത് ചെയ്യണോ അല്ലെങ്കിൽ ഏതെല്ലാം ചെയ്യരുത്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നതിനപ്പുറത്തേക്ക് വ്യക്തിത്വപരമായിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള വ്യക്തിത്വപരമായിട്ടുള്ള വീക്ഷണങ്ങളോ സമീപനങ്ങളോ ആ രീതിയിലുള്ള അധ്യാപനങ്ങളില്ല. എന്നാൽ പ്രവാചകന്റെ സ്വഭാവത്തെ പൂർണ്ണമായി പഠിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഉണ്ട്. പക്ഷേ അതൊന്നൊരു ഒരു സിലബസ് ആയിക്കൊണ്ട് മദ്രസ 6, 8, 10 ക്ലാസ് വരെ പഠിക്കുന്നത്, അപ്പോഴേക്ക് ഇത് പഠിപ്പിക്കപ്പെടുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് വേണ്ടുന്ന അവഗാഹമുള്ള ആളുകളല്ല ഈ പഠിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പരലോകമോക്ഷം എന്ന ഒരു 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 അജണ്ട വെച്ച്, ഒരു തീം വെച്ച് കൊടുക്കുന്ന മദ്രസ വിദ്യാഭ്യാസം, അതല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടാകുന്ന വയലുകൾ, അതിനുശേഷം ഉണ്ടാകുന്ന സംസ്ഥാന സമ്മേളനം, സെമിനാറും പ്രോഫ്കോണും ഗീഫ്കോണും അങ്ങനെ കുറേ സമ്പതി ഉണ്ടാവും. യെസ്, അതൊക്കെ അതിൻ്റേതായ തലത്തിൽ നല്ല ഉഷാറാണ്. പക്ഷേ ഒരു വ്യക്തിക്ക് വ്യക്തിത്വം ഫോം ചെയ്തെടുക്കുന്നിടത്ത് ഇത് പോരാന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് മെഡിസിന് പഠിച്ചൊരു കുട്ടിയും എഞ്ചിനീയറിംഗ് പഠിച്ചൊരു കുട്ടിയും തമ്മിൽ കല്യാണത്തിന് വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ എഞ്ചിനീയറിംഗും മെഡിസിനും തമ്മിൽ എന്ത് ചെയ്യും, ഏറെക്കുറെ ഒത്തുപോകുന്ന ഒരുപാട് മേഖലകളുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് വ്യക്തിത്വ ഗുണങ്ങളോ പേഴ്സണാലിറ്റി ട്രേറ്റ്സുകളോ അവരെന്ത് ചെയ്യുന്നില്ല, ഒത്തുവരുന്നില്ല. മാത്രമല്ല അവരുടെ മാതാപിതാക്കളിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള രീതിയിൽ അവർ വരുന്നത്. ഇതുകൊണ്ടാണ് ഇത് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ കൂടുതൽ ബഹളങ്ങൾ കാണുന്നത്, പ്രശ്നങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ പ്രശ്നങ്ങൾ കാണുന്നു. എന്നാൽ ഈ ഹസ്ബൻഡ് തന്നെ ഓഫീസിൽ നല്ല മാന്യനായിരിക്കും, സമൂഹത്തിൽ നല്ല പൊളിറ്റീഷ്യനായിരിക്കും, നല്ല സോഷ്യൽ പ്രവർത്തകനായിരിക്കാം. ഇതേ ഭാര്യ തന്നെ അവരുടെ വനിതാ സംഘടനയിൽ ഭയങ്കര സംഭവമായിരിക്കും. പക്ഷേ ഇവിടെ ഭാര്യയും ഭർത്താവും വരുന്ന സമയത്ത് എന്തുകൊണ്ട് പ്രശ്നം വരുന്നു? കാരണം ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, എന്താ പറയുക, ഒരു വീടിനകത്ത് താമസിച്ച് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ക്ലോസ് ഇൻറ്ററാക്ഷനിൽ അവർക്ക് ഒരു സ്റ്റഡിയായ പേഴ്സണാലിറ്റി, പോസിറ്റീവായ അല്ലെങ്കിൽ കൺവേർജിങ് ഒത്തുപോകുന്ന ഒരു വ്യക്തിത്വങ്ങളില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം വ്യക്തിത്വ മൂല്യങ്ങളാണ് നമ്മൾ ലൈഫ് കോച്ചിങ്ങിൽ പഠിപ്പിക്കുക. ഇത്തരം വ്യക്തിത്വ മൂല്യങ്ങളാണ് നമ്മൾ പാരൻറ്റിങ് ക്ലാസ്സസിൽ കൊടുക്കുക. അവിടെ ഇപ്പം നമ്മളെ ലൈഫ് കോച്ചിങ്ങിൽ 40ഓളം സ്വന്തം ഒരാളുടെ വ്യക്തിത്വം ശരിയാക്കുവാനുള്ള 40 കോർ വാല്യൂസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ബന്ധങ്ങളെ എങ്ങനെ അത് മാക്സിമം പോസിറ്റീവാക്കി മാറ്റാം, അതുപോലെ നെഗറ്റീവായതെല്ലാം എങ്ങനെ മാറ്റി നിർത്താം എന്നത് 40ഓളം വാല്യൂസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ, ജീവിതത്തിൽ വരുന്ന പ്രോബ്ലംസ്, ചാലഞ്ചസ്, ഓപ്പർച്യൂണിറ്റീസ്, അത്തരം സംഗതികളെ എങ്ങനെ അതിജീവിക്കാം എന്നതിൻ്റെ ഏകദേശം 40ഓളം അതിന് പറ്റുന്ന പേഴ്സണാലിറ്റി ട്രേറ്റ്സാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ഒരു വിഷയാധിഷ്ഠിതമായി പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ. ആ ഒരു അർത്ഥതലത്തിലേക്ക് സമൂഹങ്ങൾ വരേണ്ടതുണ്ട്, ജനങ്ങൾ വരേണ്ടത്, പണ്ഡിതന്മാരും അതുപോലെ ലീഡേഴ്സും വരേണ്ടതുണ്ട്. എന്നാൽ വെസ്റ്റേൺ സൊസൈറ്റിയിൽ ഇതെല്ലാം ഉണ്ട് കേട്ടോ. അവിടെ ഇപ്പോൾ കാര്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ മോട്ടിവേഷണൽ ക്ലാസ്സസാണ്. ഈ മോട്ടിവേഷണൽ ക്ലാസ്സസൊക്കെ എന്ന് വെച്ചാൽ എങ്ങനെ അക്കാഡമിക് പർപ്പസ് വിജയകരമായി കൊണ്ടുപോകാം, എങ്ങനെ ഓഫീസ് ലൈഫ് വിജയകരമായി കൊണ്ടുപോകാം,
അതല്ലെങ്കിൽ എങ്ങനെ ഒരു പ്രൊജക്റ്റ് വിജയമായി കൊണ്ടുപോകാം. അപ്പോൾ നോക്കുക, നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്ക്, ഇഷ്ടം പോലെ മോട്ടിവേഷണൽ ക്ലാസ്സസും പിന്നെ എങ്ങനെ ബിസിനസ് വിജയിപ്പിക്കാം, എങ്ങനെ പിന്നെ ഹൗ ടു സെൽ യുവർ പ്രൊഡക്റ്റ്, എങ്ങനെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ക്യാൻവാസ് ചെയ്യാം. ഇതാണ് ഇതെല്ലാം ഒരു 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 മെറ്റീരിയലിസ്റ്റിക് അല്ലെങ്കിൽ ഒരു സമ്പത്തിൻ്റെ, അതല്ലെങ്കിൽ ഒരു 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 എന്താ പറയുക, ഒരു മാർക്കറ്റിംഗ് എന്നതിനപ്പുറത്തേക്ക് ഒരാളുടെ വ്യക്തിത്വം എങ്ങനെ പോസിറ്റീവാക്കി എടുക്കാം, വിജയകരമാക്കി മാറ്റാം, ഒരാൾക്ക് മനസ്സമാധാനം എങ്ങനെ എത്താം, പഴയകാല അനുഭവത്തിൽ നിന്ന് ഒരാൾക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ ജീവിക്കാം, ഭാവിയിൽ വരാൻ ഇരിക്കുന്ന സംഭവങ്ങളുടെ ആങ്സൈറ്റിയിൽ നിന്ന് ഒരാൾക്ക് എങ്ങനെ ജീവിക്കാം എന്നത് ഇവരുടെ ഈ മോട്ടിവേഷൻ ക്ലാസ്സസിൻ്റെ വിഷയമല്ല. ഇവിടെയാണ് ലൈഫ് കോച്ചിങ് എന്നതിൻ്റെ പ്രസക്തി. ഇവിടെയാണ് ലൈഫ് കോച്ചിങ് എന്നതിൻ്റെ പ്രസക്തി. അതുകൊണ്ട് രണ്ട് മക്കൾ കല്യാണത്തിലേക്ക് വരുന്ന സമയത്ത്, ഒരാൺകുട്ടിയും പെൺകുട്ടിയും കല്യാണത്തിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് രണ്ട് പേർക്കും നമ്മൾ കോച്ചിങ് കൊടുക്കാറുണ്ട്. അവരെ ഭാര്യയും ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒരുമിച്ചിരുത്തി, ദാറ്റ് മീൻസ് ഓൺലൈനിലൂടെ ഒരുമിച്ച് രണ്ടുപേർക്കും കൂടെ കൊടുക്കുന്ന ക്ലാസ് ഉണ്ട്. പെൺകുട്ടിക്ക് മാത്രം കൊടുക്കുന്ന ക്ലാസ്, ആൺകുട്ടിക്ക് മാത്രം കൊടുക്കുന്ന ക്ലാസ്. ഇങ്ങനെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ലൈഫ് കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ലൈഫ് കോച്ചിങ്ങിലൂടെ കടന്നു വന്ന ആളുകൾ ഡെഫിനറ്റ്ലി ദേ ഹാവ് ചേഞ്ച് ഇൻ ദിയർ ലൈഫ്. മനസ്സിലായില്ലേ? അത് നമുക്ക് എടുത്തു പറയാവുന്നത് ഒരു വലിയ ക്രെഡിറ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്.